ഞാൻ എനിക്ക് ആദ്യം ശരിക്കും ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചെയ്തു തുടങ്ങുമ്പോൾ. നമ്മൾ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് കൂടുതലും ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടിയത്. അപ്പോൾ അയ്യോ ഇതിപ്പോൾ അമൽ ഡേവ്സ് പോലെ ആവും. എനിക്ക് ഹരിഹരസുധനിൽ അത് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം മുതലേ ക്യാരക്ടർ ചെയ്യുമ്പോൾ അറിയാം ഇത് വേറെ പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ ഡൗട്ട് ഉണ്ടായെങ്കിലും പിന്നെ പിന്നെ സ്ക്രീനിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് ഇവർക്ക് എന്നിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർ ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഹൃദയപൂർവ്വത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ. ഞാനൊരു ഭയങ്കര പുതിയ ഒരു കാര്യം ചെയ്തതിനേക്കാൾ അത് ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടിയൊരു ആ കോമ്പിനേഷൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ ലാലേട്ടൻ്റെ ഭയങ്കര ഓർമ്മയുള്ള ഒരു ലാസ്റ്റ് എന്നൊക്കെ അവനും ഞാനും പറയുന്നത് കറക്റ്റാണോന്ന് അറിയില്ല. ലാസ്റ്റ് ഒരു കോമ്പിനേഷൻ അറബി ഒട്ടകത്തിലെ മുകേഷ് ഏട്ടനായിട്ടുള്ള, ബാക്കി പിന്നീട് വന്നതൊക്കെ സ്റ്റാൻഡ് അലോൺ ലാലേട്ടന്റെ കൂടെയും ഓപ്പോസിറ്റും ഒക്കെ ആയിട്ടുള്ള പറയാ. അപ്പൊ അതിന് ശേഷമാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തുടങ്ങിയ കണ്ടിട്ടുള്ള കുറേ ഭയങ്കര ഗ്രേറ്റ് കോമ്പിനേഷൻസിന്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് ഇപ്പൊ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പൊ ഞാൻ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ റീസൺ ടു വാച്ച് ഹൃദയപൂർവ്വം ദിസ് കോംബോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ല. നമുക്ക് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. വലിയൊരു അംഗീകാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും വലിയ ടെൻഷൻ ഇല്ല. ശരിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ പറയണു, തിയേറ്ററിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് ഉൾട്ടാ അടിക്കാനുള്ള ചാൻസ്. ശരിക്കും ടെൻഷൻ ഇല്ല. കാരണം പ്രതീക്ഷയുടെ അങ്ങേറ്റമാണ് ആൾക്ക് ഈ കോംബോ വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ സത്യം പറയുന്നതിന്റെ അനൗൺസ്മെന്റിന്റെ ഒന്ന് തുടങ്ങിയ അനുഭവിക്കുന്നതാണ്. അതായത് ഒന്നാമത്തെ ഇത് നമ്മൾക്ക് ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഏറ്റവും ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഇവരെല്ലാവരും ആ സെറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് ലെജൻസിന് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഒരുപാട് പേര് ഞാൻ എണ്ണം പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് അവരുടെ വിശേഷങ്ങളും കഥകളും പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ടെൻഷനില്ല, ഇത് ആൾക്കാരെന്താവും. ഞാൻ നോർമലി ആസ് ആൻ ആക്ടർ കരിയറിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഓരോ സിനിമയും ഭയങ്കര അലേർട്ടാണ്, ഓവർ തിങ്കിങ് ആണ്, പരിപാടിയൊക്കെയാണ്. ഇവിടെ എത്തിയിട്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിരുന്നു ഫസ്റ്റ് 2-3 ഡേയ്സ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ സന്തോഷിക്കുക, ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യുക. ഈ സിനിമയിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ ഇവരുടെ കൂടെയുള്ള മൊമെന്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി ഒന്നും മാറ്ററേ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ മുമ്പോട്ട് പോകാന്നുള്ള കോൺഫിഡൻസിലായിരുന്നു മുമ്പോട്ട് പോയത്. അതെനിക്ക് കിട്ടിയതും ഒക്കെ ഭയങ്കര രസമുള്ള ഒരു ദിവസം. അപ്പം എനിക്കിങ്ങനെ ഫസ്റ്റ് ഡേ ഒക്കെ ഡൗട്ടാണ്, ലാലേട്ടനായിട്ട് സിങ്ക് ആവുന്നുണ്ടോ, അവർക്ക് കറക്റ്റാണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു, ഒരു ഡയലോഗ് പറയുന്നു കഴിയുന്നു, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരുന്നു 2-3 ഡേയ്സ്. ഒരു ദിവസം വന്നു, ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു എപ്പിസോഡ് വന്നു. അന്നത്തെ ദിവസം ഒരു സീൻ എടുത്തു. അപ്പൊ ആ സീൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര സിംഗിൾ ഒറ്റ ഷോട്ട് വരുന്നു. അത് ഭയങ്കര ആ ഷോട്ട് എങ്ങനെ കഴിഞ്ഞു എനിക്കും ഭയങ്കര രസം ഉണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ലാലേട്ടനും ഭയങ്കര ഇതായിട്ടൊക്കെ കോമ്പിനേഷൻ റാപ്പ് വർക്കായ പോലെയൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും സത്യൻ സാർ ഇങ്ങനെ ഓടി വന്ന് എന്നെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ലാല് പറഞ്ഞു ഭയങ്കര രസമായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ഇങ്ങനത്തെ ഒരു കമന്റ്. അതും ഞാൻ ഇങ്ങനെ സ്റ്റക്കായി. അതും സത്യൻ സാർ തന്നെയാണ് ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഷൂട്ട് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ ടൈം നമ്മളെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളുടെ കൂടെയാണെന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അതൊന്നും എനിക്ക് കിട്ടില്ല. ഇനിയും കിട്ടി, ഇപ്പൊ കിട്ടിയത് മാത്രമല്ല ഇനി കിട്ടുമെന്ന് പോലും അറിയില്ല. ഇനി കിട്ടട്ടെ. അതെ. ഞാൻ ആ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ലാലേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. മേ ബി ഫസ്റ്റ് ഡേ ഹൃദയപൂർവ്വം ഷൂട്ടിന് വേണ്ടിയിട്ട് ബ്രോ ചെല്ലുന്നു, ലാലേട്ടനൊപ്പമുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ എടുക്കുന്നു, ഷോട്ട് പറഞ്ഞു തരുന്നു, നിങ്ങൾ നിൽക്കുന്നു. ആ മൊമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാവും? ഞാൻ ശരിക്കും കുറച്ചുകൂടി പുറകിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടരുമിലാണ് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. അപ്പൊ തുടരുമിൽ പോകുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എല്ലാവരുമായിട്ട് നിൽക്കുന്നു. അന്ന് പ്രേമലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ലാലേട്ടൻ പ്രേമല് കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്ന് പ്രൊഡ്യൂസറും തരുൺ ചേട്ടനൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇതിങ്ങനെ സംഗീതമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പ്രേമലു എന്ന് പറഞ്ഞപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഹൃദയത്തിലുണ്ടായി എന്ന് പറഞ്ഞു. ആ ഇടിക്കുന്ന മോനെയാണല്ലേ ചോദിച്ചു. ആണല്ലേ എന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു ആക്ച്വലി എനിക്ക് തോന്നുന്നു 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ്. അധികം ഒട്ടും സംസാരിച്ചിട്ടില്ല. വളരെ എന്തെങ്കിലും 1-2 വാക്കുകൾ എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 2 ദിവസങ്ങളൊക്കെ ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആദ്യം വന്ന് സത്യൻ സാർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാം ഞങ്ങൾ തുടരുമിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഓർമ്മയുണ്ട്.
എന്ന് പറഞ്ഞ് നിന്ന് ആക്ച്വലി പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു മൊമെന്റ് എനിക്കാണ് ഐസ് ബ്രേക്ക് ഉണ്ടാവുന്നത്, ലാലേട്ടനല്ല. എനിക്ക് ഐസ് ബ്രേക്ക് ഉണ്ടാവുന്നു. ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒരു പ്രോപ്പർ ലാൻഡിങ്ങിലേക്ക് എത്തി ലാലേട്ടനായിട്ടുള്ള ഈ പറഞ്ഞ തമാശകളുടെ ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങി സെക്കൻഡ് സ്കെഡ്യൂളിൻ്റെ ഒക്കെ ഒരു ദിവസമാണ് തുടരും റിലീസാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ലാലേട്ടൻ ഇങ്ങനെ ബാക്കിൽ ഇവരൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജെറീനെ കൊണ്ട്, എൻ്റെ പേര് ജെറി എന്നാണ് പടത്തിൽ, ജെറീനെ കൊണ്ട് അവർ ലാലേട്ടൻ ഇങ്ങനെ തോളോട് പിടിച്ചിങ്ങനെ എന്നെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഇരുത്തിയപ്പോൾ ആക്ച്വലി ഈ തുടരും റിലീസായ ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഷൂട്ട് തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് അതേ ദിവസം തന്നെ, വെരി ലാസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ലാലേട്ടനോട് പറഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ്റെ രസങ്ങൾ അതൊക്കെയാണ്. നമ്മളങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയില്ല, എടാ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് ദിവസമല്ലാണ്ട് ഒരു സെൽഫി എടുത്ത് എന്ന് പറയുന്നത് ലാലേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ഇയർ അല്ലേ കണ്ട് ഒരു സെൽഫി എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സെൽഫി എടുത്തു. ലാലേട്ടൻ ഇങ്ങോട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാ, നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയൂലല്ലോ. അങ്ങനെയായിരുന്നു ആ മെമ്മറീസ് ഉള്ളത്. പണ്ട് കണ്ടായിരുന്നു പ്രിയദർശൻ സാർ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ലാലേട്ടൻ, ജഗദീഷ് കുമാർ, ജഗദീഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, അങ്ങനെ അവരെല്ലാവരും ഒരു ഗ്യാങ് ഫുള്ളുണ്ടാവും. ഇന്നസെന്റ് സാർ എല്ലാവരും ഉണ്ട്. അതുപോലെ ഗിരീഷ് ഷെഡി സിനിമകളിൽ ഒന്നുകിൽ നസ്ലിൻ ഇല്ലെങ്കിൽ സംഗീത്, ഇവരൊന്നും ഇല്ലാതെ ഒരു സിനിമകൾ നമുക്ക് ഇല്ല. ഞാൻ ചോട്ടെ, ഇപ്പം ഈ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? അതിനൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടത്, പണ്ട് നമ്മൾ തമാശക്ക് പറയായിരുന്നു നിവിനുണ്ടെങ്കിൽ കൂടെ അജു ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അസലുണ്ടോ സംഗീതം ഉണ്ടോ സംഗീത. നിങ്ങളുടെ ഒരു ഈ ബോണ്ടിങ് ഒക്കെ എങ്ങനെയാണ് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ് പെർഫോമൻസിലേക്കൊക്കെ എത്തുമ്പോൾ. നമ്മൾക്കിത് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര സംഘർഷാവസ്ഥയെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ കംഫേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ഭയങ്കര സമാധാനമാണ് നമ്മൾക്ക് പെർഫോം ചെയ്യുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് സെറ്റിലാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗിരീഷേട്ടൻ. കാരണം ഗിരീഷേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്, ഫുൾ ടൈം നമ്മൾ ചിരിച്ചോണ്ട് ഒരു സാധനം ചെയ്യുമ്പോൾ എനർജി ഇങ്ങനെ ലിഫ്റ്റായിട്ടായിരിക്കും നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എനർജി തന്നെ അതിലേക്ക് ഡ്രൈവ് ആവുന്നതാണ്. പിന്നെ ഇവരെല്ലാവരും പറയുമ്പോഴും, ഇപ്പം നെസ്ലിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴും, ഇപ്പം ഈ റീസെൻ്റ്ലിയൊക്കെ ഞങ്ങൾ വേറെ 1-2 പരിപാടികളിലൊക്കെ ഉണ്ട്, അത് പറയാറായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വെദർ നമ്മൾ കൂട്ടുകാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ, മാത്യു ആണെങ്കിലും ഞങ്ങൾ റൊമാൻസിൽ കുറച്ച് ഫ്രിക്ഷനുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു അങ്ങോട്ടും കൂടെ. പക്ഷെ ചെയ്യുമ്പോൾ ഇവർ ആക്ഷൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കൊണപറച്ചിലുകൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് എനർജി ലിഫ്റ്റ് ചെയ്യിപ്പിക്കും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കും. അപ്പം അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടികൾ. ഈ എനർജിയും ഈ കംഫർട്ടിങ് ഒക്കെ ഇവരൊക്കെ എനിക്ക് മാത്രമാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാറുണ്ട് പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വരെയൊക്കെ, അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന. ഞാൻ അതൊക്കെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഒരാളിത് മിണ്ടാതൊക്കെ തന്നെ എനിക്ക് ടെൻഷൻ ആവും, ഞാൻ ചെയ്ത് ശരിയായില്ലേ ഇതുവരെ ചോദിക്കുക കൂടെ ആയിട്ട്. അതാണ് ഈ